വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ അതൊന്നും പറയാം, ഞാൻ ആവേശത്തിലിരിക്കുകയാണ്. എന്നെ സ്വാഗതം പറയാൻ ഞങ്ങളുടെ ഒരു പുതിയ ആളുണ്ട്. അപ്പൂസ് ചായ കുടിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ വേറൊരാളെ കൊണ്ട് സ്വാഗതം ചെയ്യിപ്പിക്കാം. അയ്യോ, അത് അവിടെ ഇല്ല. എന്നിട്ട് എടുക്കട്ടെ, കാണിച്ചു തരാവേ. ഇവിടെ വാ. ഉറങ്ങിയോ സ്വാഗതം പറയാൻ വന്ന ആള്? കാണുന്നില്ല. എനിക്കിടാ അങ്ങനെ കാണുന്നില്ല. അതാ ഇങ്ങനെ വെച്ചേക്കണം. എനിക്ക് എന്താണ് വിളിച്ചിരിക്കുന്നവിടെ? ഇന്ന് ഞങ്ങളുടെ ആൾക്ക് ഭയങ്കര ക്ഷീണാണ്. എന്താ പറ്റിയെന്ന് അറിയില്ല. ഇന്നലെ ഭയങ്കര ഓട്ടായിരുന്നു. ഇങ്ങോട്ട് നിങ്ങൾ ക്ഷീണിപ്പിച്ചത് അതിനെ. അവനിപ്പോ ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പഠിച്ചു. ഒറ്റ ദിവസം കൊണ്ട് ഷേക്ക് ഹാൻഡ് ചെയ്യാൻ പഠിച്ചു. കൈ ഇങ്ങനെയൊക്കെ എണിപ്പിക്ക്, കാണിച്ചു കൊടുക്കാം. അത് ഉറങ്ങുന്നു. ബ്രൂണോ ഇവനെന്താ പേരിട്ട നമ്മൾ ആക്ച്വലി? പപ്പ ബ്രൂണോ എന്ന് പേരിട്ടു. ഞാൻ ജാക്കിന്ന്, പിന്നെ ജാക്കിന്ന് പേരിട്ടു. ഞാൻ എന്താ പേരിട്ടു? ഒലിവർ എന്നിട്ടു. ആക്ച്വലി ഞങ്ങളുടെ പട്ടിക്കുട്ടിക്ക് എന്ത് പേരിടണമെന്ന് ഇപ്പൊ ഞങ്ങൾ കൺഫ്യൂഷൻ ആണ്. ഇവന് മൾട്ടി നെയിംസ് ആയി. പപ്പേന്റെ പേരിൽ വേറൊരു ചാർലി എന്ന് വിട്ടു. അയ്യോ, അതാണ് നമ്പർ 1 ഏത് പേരിടാന്ന് ഇപ്പൊ ഞങ്ങൾ കൺഫ്യൂഷനിലാണ് ഗൈസ്. നിങ്ങളൊന്ന് പറഞ്ഞുകൊണ്ടാ ഞങ്ങളുടെ പട്ടിക്കുട്ടിക്ക്. വീഡിയോയില് പറഞ്ഞാണ് കമന്റ് ചെയ്യണം. നിങ്ങൾ കമന്റ് ചെയ്ത് തീർക്കാതെ ഞങ്ങൾ കമന്റ് ഒന്നും നോക്കി. ആരും കമന്റ് ചെയ്തിട്ടില്ല തോന്നുന്നു. നോക്കിയില്ലേ? കള്ള ഇപ്പൊ ഞാൻ തൽക്കാലം കള്ളാന്ന് വിളിക്കാം. ഈ കള്ളനെ എണിപ്പിക്കട്ടെ. കള്ളൻ ഭയങ്കര ഉറക്ക. എനിക്കിടെ കള്ള ഒരു സ്വാഗതം പറയടാ. അയ്യോടാ, സ്വാഗതം സ്വാഗതം. വേറെ അവിടെ വെച്ചിട്ടോ. നിങ്ങൾ അത്ര ഓടിപ്പിച്ചില്ലേ? ഞങ്ങൾ ഫുട്ബോളൊക്കെ കളിക്കായിരുന്നു. ഞങ്ങളിങ്ങനെ വ്ലോഗ് എടുത്ത് പരിചയമില്ല ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ല ശരിക്കും എങ്ങനെയൊക്കെ എടുക്കേണ്ടത്. ഇത് കൈ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ എടുക്കുന്നത്. ഫോൺ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, അതിപ്പോൾ എവിടെ പോയിന്ന് അറിയില്ല. കൊള്ളാവോ ഇങ്ങനെ പിടിച്ചാ? ഞങ്ങൾക്ക് ഇവിടെ ഒരു കുഞ്ഞി കുളം ഒക്കെ ഉണ്ട്. ഇതാ കുഞ്ഞി കുളം ഉണ്ട് ഞങ്ങൾക്ക് ഇവിടെ. ഇതിൽ ഫിഷ് ഉണ്ട്. ഇത് എൻ്റെ വേറൊരു ആള് വരുന്നുണ്ട്. ഏതാ കാണിച്ചു തരാവേ. ഓടിവാ. ഓടിപ്പോയി. ഞങ്ങളുടെ പട്ടിക്കുട്ടനെ എണിപ്പിക്കട്ടെ. അവൻ ഭയങ്കര ഉറക്കക്കുട്ടനാണ്. അവനോട് ഇട്ട് എന്താടാ കള്ള പറ്റിയേ? ക്ഷീണം പിടിച്ചോ ഓടി ഓടി കളിച്ചിട്ട്? ഞങ്ങളുടെ പട്ടിക്കുട്ടന് ക്ഷീണം പിടിച്ചു പോയി ഓടി ഓടി കളിച്ചിട്ട്. ഓ, പാലൊക്കെ തന്നെയാണല്ലോ. അപ്പു ഹായ് പറ. അപ്പൂസേ ഹായ് പറ. എന്താ വേറെന്താ അപ്പൂന് എന്താ പറയാനുള്ള ഇതിനെ കുറിച്ച്? ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കായിരുന്നു. അതുകൊണ്ട് എന്നെ പുറകിലോടി വരായിരുന്നു. എന്നിട്ട് അയ്യോ അമ്മേന്റെ മേത്ത് കണ്ടു പറ. എന്നിട്ട് അമ്മേന്റെ കാലിൽ ഇങ്ങനെ എന്തോ ചെയ്യണ്ടേ, ചെറിയ ആൾക്കിന്റെ പോലെയുണ്ട്. അയ്യോ മതി. ഇനി ഞങ്ങളുടെ പട്ടിക്കുട്ടീനെ കുറച്ച് കളികളൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇവൻ ഭയങ്കര കളിയൊക്കെയാണ്. മോളൂട്ടി അവനെ ഉഷാറാക്കടാ. അതെ ഓടിപ്പിക്കുവനെ. വാ. എന്താടാ മടിയാ? ഇവനിങ്ങനെ പെരുമടിയനായിട്ട് നിൽക്കുവാണേ. മടിയൻ കുട്ടാ. വാലാട്ടി തുടങ്ങി. എന്നെ കടിക്കരുത്. അപ്പൂസായിട്ട് കളിക്കാണ്. എങ്ങനെയാ ഈ വീഡിയോ എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയില്ല. ആക്ച്വലി നമ്മൾ പഠിക്കണ്ടേ. വെറുതെ വ്ളോഗ് ചെയ്യാൻ മാത്രം ഇരുന്നാൽ പറ്റല്ലോ. ഇതാണ് ഞങ്ങള് പട്ടിക്കുട്ടി. എണിപ്പിക്കാവനെ. ഞങ്ങളുടെ പട്ടിക്കുട്ടിക്ക് കുറേ പേരിന്റെ ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ചാർലി, ഒന്ന് പിന്നെ എന്തായിരുന്നു മോളൂട്ടി? ബ്രൂണോ, ജാക്ക്, ബ്രൂണോ, പിന്നെ റോക്കി. അയ്യോ ആ പേര് എനിക്ക് ഇഷ്ടമല്ല. മലവീരില് റോക്കി ഉണ്ടോ? ഓക്കെ, മലവീരില് റോക്കി ഇല്ല. ഒലിവർ. ചാർലി. ഇന്നോടല്ല അമ്മ കാറാ. എന്ത് കാറ്? ഓസ്കാർ. എന്റെ അപ്പൂന് ഓസ്കർ എന്നുള്ള പേര് ഭയങ്കര ഇഷ്ടമായി.
അപ്പോൾ ഞങ്ങളിങ്ങനെ ഏത് പേരിടുന്ന് ഓർത്തിരിക്കുവാണ്. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതാണ് അടിയാണ് ഇവിടെ പേര്, അത് ഇടരുത് പറഞ്ഞിട്ട്. ഇതേ ഇവിടെ ഞങ്ങളുടെ കുഞ്ഞൊരു പോണ്ടുണ്ട് ഇവിടെ. ഞങ്ങളുടെ പോണ്ടിൽ കയറി ഇരിക്കല്ലേ കള്ള. ഇത് മീനൊക്കെ ഉണ്ട്. ഇതാ ആണ് ഞങ്ങളുടെ പട്ടിക്കുട്ടി. കളിക്കടാ. എന്താ പറ്റിയേ? നിങ്ങൾ ഭയങ്കരമായിട്ട് ഓടിപ്പിച്ചു, അത് ക്ഷീണം പിടിച്ചു പോയി. അയ്യോ വെള്ളത്തിടലടാ. അവനിന്ന് നല്ല മൂഡിലല്ല. ഇവര് സ്കൂൾ വിട്ട് വന്ന ഉടനെ അതിന് കുറെ ഓടിച്ച് അവൻ മടുത്ത് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ അതാ ഷൈക്കാൻ്റെ കൊടുക്കുന്ന നോക്കിയോ. കടിക്കാനല്ല കയ്യാ കൈതാ ചേച്ചി കൈതാ. ഇവൻ എന്തായിരുന്നു ഒന്നൊരു മൂടില്ലല്ലോ. നീ നിങ്ങൾ അത്ര ഓടിച്ചിട്ടല്ലേ. കൈതാ ആ ഇത് പൂച്ചയാണെങ്കിലുണ്ടോ ഒറ്റ മാന്നങ്ങ് വന്നേനെ അല്ലമ്മ. ഹലോ ഗൈസ്, എന്താ പറയണ്ടതെന്നൊന്നും അറിയില്ല. ഞങ്ങളിങ്ങനെയൊക്കെ വ്ളോഗ് എടുത്ത് ശീലിച്ച് ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് നല്ല വ്ളോഗ് ഇടാം. ഇതൊക്കെ വെറും പൊട്ട വ്ളോഗാണെന്ന് അറിയാം. എന്താ പറയണ്ടേ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതൊക്കെയായിട്ടാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. എങ്ങനെ എടുക്കണം എന്നറിയില്ല. ഞങ്ങളൊന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഞങ്ങൾ നല്ല വ്ളോഗായിട്ട് ഇടും. അതുവരെ ഈ പൊട്ട വ്ളോഗുകൾ നിങ്ങൾ സഹിക്കണം കേട്ടോ. എന്നാൽ ശരി, ബായ് ബായ്. നിങ്ങളുടെ പട്ടിക്കുട്ടനും ബായ്. അപ്പോൾ നോക്ക് ഞങ്ങളുടെ ഈ പൊട്ട വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. Subscribe to channel. അതെന്താണത്?